ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കിണ്ണനപ്പം, കിണ്ണത്തപ്പം ഇങ്ങനെ ഒരുപാട് പേരിലറിയപ്പെടുന്ന ഞങ്ങളുടെ നാട്ടിൽ കിണ്ണനപ്പം എന്നാട്ടോ പറയണേ. അങ്ങനൊരു സാധനമാണ്, ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണേ. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ തൊട്ട് കാണിച്ചല്ലോ, നല്ല സോഫ്റ്റാണ് ഇങ്ങനെ. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അരിപ്പൊടി വറുത്തെടുത്തതാണ് കേട്ടോ, 250 ഗ്രാം ഉണ്ട് ഇത്. അപ്പം ഞാനത് കുഴയ്ക്കാൻ എളുപ്പത്തിന് ഈ വലിയ പാത്രത്തിൽ എടുത്തേ ഉള്ളൂ. പിന്നെ തേങ്ങ, ഒരു വലിയ തേങ്ങ ചിരകിയത്, അതായത് 1 കപ്പ് തേങ്ങ. പിന്നെ പഞ്ചസാര 3/4 കപ്പ്. മധുരം അതിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഏലക്ക, അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ കുറച്ച് മതി. പിന്നെ ഉപ്പ്, ഒരു നുള്ളുപ്പ്, കുറച്ച് മതി. പിന്നെ നെയ്യ് 1 ടീസ്പൂൺ. അത് നമ്മൾ ഇതിൻ്റെ കൂടെ അരയ്ക്കാനാണ് കേട്ടോ, അതിനൊരു മയം വരാനും സ്വാദ് കിട്ടാനും വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം മിക്സിയിൽ ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക, ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെ ഒന്നുകൂടെ അരയ്ക്കുന്നുണ്ട്, അരിപ്പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ഇട്ടു. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാര ഇടാം. ഇതുപോലെ ഒന്ന് അരയ്ക്കുക. ഇനി നമുക്ക് ആ ഏലക്ക പൊടിച്ചതുണ്ടല്ലോ, അത് ഒന്നിടാം, കുറച്ച് മതി. ഇനി നമുക്ക് ഈ നേരത്തെ അരിപ്പൊടി എടുത്ത് വെച്ചിരുന്നില്ല, അത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയെടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അരിപ്പൊടി മിക്സിയിലിട്ട് എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം, അത്രയും മതി. അങ്ങനെ ആകുമ്പോൾ മിക്സിയിലിടുമ്പോൾ പൊടി തെറിക്കുന്ന പോലെ വരില്ല, പാകത്തിന് വെള്ളമാവും. മിക്സിയിലേക്ക് നമുക്ക് ആ നെയ്യ് എടുത്ത് വെച്ചിരുന്നത് അത് ചേർക്കാം. ഉപ്പും ഇടാം. നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന അരി ഇതല്ലേ, അത് നമുക്ക് അതിനകത്തേക്ക് ഇടാം. ഓക്കെ, അപ്പം നന്നായിട്ട് അരച്ച് കഴിഞ്ഞു. ഞാനിവിടെ ഒരു ചതുരത്തിലുള്ളൊരു പാത്രം എടുത്തേ ഉള്ളൂ. നിങ്ങളുടെ സാധാരണ നമ്മൾ പ്ലേറ്റ് ഇല്ലേ, ആ പ്ലേറ്റ് ആയാലും മതി. വേറൊരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തേ ഉള്ളൂ. പ്ലേറ്റിൽ നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും ജസ്റ്റ് ഒരു നെയ്യ് ഇതുപോലെ ഒന്ന് പ്ലേറ്റിൽ നന്നായിട്ട് തടവി കൊടുക്കുക. അതിൽ ഒറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അറിയാമല്ലോ. നമുക്ക് ആ മാവ്, അരച്ച മാവ് നമുക്കിതിലേക്ക് ഒഴിക്കാം. അപ്പം ഞാനിതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇത് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കമഴ്ത്തി വെക്കുക. മറ്റേതാണെങ്കിൽ നടുക്കത്തെ നമ്മൾ പിടിക്കുന്ന സൂത്രം ഉണ്ടാവല്ലോ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഇഡ്ഡലി തട്ട് കമഴ്ത്തി വെച്ച് നമ്മൾ മുകളിൽ വെക്കുന്ന പ്ലേറ്റോ അല്ല ഇതുപോലത്തെ പാത്രമാണെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് ഇതുപോലെ അടയ്ക്കുക. 3/4 മണിക്കൂർ ഇതിങ്ങനെ വെക്കണം. അതുപോലെ ഇതുപോലെ കമ്പിയോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി നോക്കുക. നമ്മുടെ കിണ്ണനപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.